ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവിക സംരക്ഷണം അനുഭവിപ്പാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന ഒരു വസ്തുതയെക്കുറിച്ചാണ് ഇന്ന് പറയാനായിട്ട് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. നമ്മുടെ യേശു കർത്താവിൻ്റെ ഈ ഭൂമിയിലേക്കുള്ള വരവിനെ കുറിച്ച് ഒരുപാട് വചനങ്ങൾ നാം വായിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരുന്നത് എബ്രായ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യമാണ്. അവിടെ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു: ദൂതന്മാരെ സംരക്ഷണ ചെയ്യുവാനല്ല, അബ്രഹാമിൻ്റെ സന്തതിയെ സംരക്ഷണ ചെയ്യുവാനത്രേ അവൻ വന്നത്. യേശു കർത്താവിൻ്റെ ഈ ഭൂമിയിലേക്കുള്ള വരവിലെ താൻ ആരംഭത്തിൽ ചെയ്തായിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച്, ആ ചെയ്യാനിരിക്കുന്ന വിഷയത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറഞ്ഞ കാര്യം ഇതാണ്: അവൻ വന്നത് അബ്രഹാമിൻ്റെ സന്തതിയെ സംരക്ഷണ ചെയ്യുവാനാണ്. അപ്പോൾ അബ്രഹാമിൻ്റെ സന്തതിക്ക് നിശ്ചയമായിട്ടും സംരക്ഷണയുണ്ട്. 91-ാം സങ്കീർത്തനം പലരും വായിക്കുന്നതും പറയുന്നതും കേട്ടിട്ടുണ്ട്. അത് സംരക്ഷണയുടെ സങ്കീർത്തനമാണെന്ന്. എന്നാൽ ആ സങ്കീർത്തനത്തിൽ പറയുന്ന ആ വിഷയങ്ങളൊക്കെ ഒരു ജീവിതത്തിൽ പ്രായോഗിക തലത്തിലായിത്തീരണമെങ്കിൽ അവൻ അത്യുന്നതന്റെ മറവിൽ വസിക്കണം, സർവശക്തിന്റെ നിഴലിൻ കീഴിൽ പാർക്കണം, അവൻ ദൈവത്തെക്കുറിച്ച് പറയണം, ദൈവം എൻ്റെ ദൈവമാണ് എന്ന് പറയണം. അതിനുള്ള യോഗ്യത അവനുണ്ടായിരിക്കണം. അവർക്കാണ് ആ സംരക്ഷണയുടെ സങ്കീർത്തനത്തിലെ വാക്യങ്ങളൊക്കെ അന്വർത്ഥമായി വചനം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് വായിച്ച സങ്കീർത്തന ഭാഗത്തെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ ഞാൻ പറയട്ടെ: അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണം ചെയ്യുവാനത്രേ അവൻ വന്നത്. യഹൂദന്മാരും മുസ്ലിമുകളും ക്രിസ്ത്യൻസുമെല്ലാം അബ്രഹാം തങ്ങളുടെ പിതാവാണ് എന്ന് പറയുന്നവരാണ്. ഇവരെ എല്ലാം സംരക്ഷണം ചെയ്യുവാനാണോ കർത്താവ് വന്നത്? അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ കൂട്ടവർക്ക് എല്ലാവർക്കും സംരക്ഷണം ലഭിക്കാൻ തക്കവണ്ണമുള്ള അവകാശമുണ്ടായിരുന്നു, അല്ലെങ്കിൽ യേശുവിന് അതിനുള്ള ഉത്തരവാദിത്വമുണ്ടായിരുന്നു. തിരുവെഴുത്ത് എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. യോഹന്നാന്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യത്തിൽ പറയുന്നത്: പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. അവരെ ഒരു നാളും തള്ളിക്കളയുകയില്ല എന്ന് മാത്രമല്ല, അവിടെ നാം പിന്നീട് വായിക്കുന്നത് അതിൻ്റെ 38-ാമത്തെ വാക്യത്തിൽ വായിക്കാൻ തക്കണം നമുക്ക് സാധിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം അത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. തുടർന്ന് പറയുന്നു: അവൻ എനിക്ക് തന്നതിൽ ഒന്നും ഞാൻ കളയാതെ എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണമെന്നാണ് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. 45-ാം വാക്യം: എല്ലാവരും ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരാകുമെന്നും പ്രവാചക പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നു. പിതാവിനോട് കേട്ട് പഠിച്ചവനെല്ലാം എൻ്റെ അടുക്കൽ വരുന്നു. 6-ാം അധ്യായത്തിൻ്റെ 64-65 വാക്യങ്ങൾ ഇങ്ങനെ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 64-65 വാക്യങ്ങൾ: എങ്കിലും വിശ്വസിക്കാത്തവർ നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് പറഞ്ഞു. വിശ്വസിക്കാത്തവർ എന്നവരെന്നും തന്നെ കാണിച്ചു കൊടുക്കുന്നവൻ എന്നവരെന്നും യേശു ആദ്യം മുതൽ അറിഞ്ഞിരുന്നു. ഇത് ഹേതുവായിട്ടത്രേ ഞാൻ നിങ്ങളോട് പിതാവ് കൃപ നൽകിയിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞത് എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ പിതാവ് കൃപ നൽകുന്നവരൊക്കെ യേശുവിൻ്റെ അടുക്കൽ വരുന്നു. യേശുവിൻ്റെ അടുക്കൽ വരുന്നവരെയൊക്കെ യേശു എന്ത് ചെയ്യുന്നു? ഒരു നാളും തള്ളിക്കളയാതെ അവരെ സൂക്ഷിക്കുന്നു. ഒടുക്കത്തെ നാള് വരെ അവരെ സൂക്ഷിക്കുന്നു. മാത്രമല്ല അവൻ അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നും ആണ് ആ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചത്. യേശു കർത്താവിൻ്റെ അടുക്കൽ വരുന്ന എല്ലാവരും, അക്ഷരികമായിട്ട് അവൻ്റെ അടുക്കിലേക്ക് വരുന്ന എല്ലാവരും യേശു കർത്താവിൽ വിശ്വസിക്കുന്നവരാകണമെന്നില്ല. ഒരുപക്ഷെ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവർ അവൻ്റെ അടുക്കൽ വരുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിലെ 8-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, 30-31 വാക്യങ്ങളിൽ: അവൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലരും അവനിൽ വിശ്വസിച്ചു. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു: എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി, സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ യേശുവിൻ്റെ അടുക്കൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു വന്ന ആ കൂട്ടരെ നോക്കി കർത്താവ് പറയുന്നത്: നിങ്ങൾ വിശ്വസിച്ചതുകൊണ്ടായില്ല, വിശ്വസിക്കുന്നവർ വചനത്തിൽ നിലനിൽക്കണം, വചനത്തിൽ നിലനിന്ന് സ്വതന്ത്രരായി തീരണം. അങ്ങനെ സ്വതന്ത്രരായി തീരുന്നവരാണ് സത്യമറിയുക. ആ സത്യമറിയുന്നവരാണ് യഥാർത്ഥത്തിൽ സത്യമറിഞ്ഞ് സ്വതന്ത്രരാക്കപ്പെട്ട് ദൈവത്തിൻ്റെ മക്കളെന്നുള്ള പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത് എന്നാണ് കർത്താവ് പറഞ്ഞ
ആ വാക്യങ്ങളുടേതായിരിക്കുന്ന സാരാംശം. മാത്രമല്ല, ആ കർത്താവിൻ്റെ അടുക്കൽ വന്ന ആ കൂട്ടരെ കുറിച്ച് കർത്താവ് ഇങ്ങനെയാണ് പറയുന്നത്. 33 വാക്യത്തിൽ, യോഹന്നാൻ 8:33, അവർ അവനോട്, ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി, ആർക്കും ഒരു നാളും ദാസന്മാരായിരുന്നിട്ടില്ല. അവർ പറയുക യേശുവിനോട്, നിങ്ങൾ സ്വതന്ത്രന്മാരാകുമെന്ന് നീ പറയുന്നത് എങ്ങനെയെന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ യേശു അതിന് പറയുന്ന മറുപടി, ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിൻ്റെ ദാസനാകുന്നു. അപ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന വാക്കുകൊണ്ട് കർത്താവ് അർത്ഥമാക്കുന്നത്, വചനം പഠിച്ച് വചനത്തിൽ നിലനിൽക്കുന്ന വ്യക്തി പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യമുള്ളവരാകും. അല്ലാത്തവർ പാപത്തിൽ തന്നെ അതിൻ്റെ ദാസന്മാരായിട്ട് തന്നെ മുന്നോട്ട് പോകും എന്നാണ് കർത്താവ് ആ പറഞ്ഞ വാക്യത്തിൻ്റെ അർത്ഥമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. 36 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ ആകും. അപ്പോൾ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം നൽകി തരുവാൻ കഴിവുള്ളവനാണ് യേശു. അതാണ് ദൈവത്തിൻ്റെ പുത്രനെ കുറിച്ച് അവിടെ പറയുന്നത്. അതിൻ്റെ 37 വാക്യത്തിൽ കർത്താവ് അവരോട് സംസാരിക്കുക, നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി എന്ന് ഞാൻ അറിയുന്നു, എങ്കിലും എൻ്റെ വചനത്തിന് നിങ്ങളിൽ ഇടമില്ലായക കൊണ്ട് നിങ്ങൾ എന്നെ കൊല്ലുവാൻ നോക്കുന്നു. അപ്പോൾ യേശുവിനെ അവരെക്കുറിച്ച് അറിയാം. അവർ അവകാശപ്പെടുന്നു, ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയാണ്. അത് യേശുവിനറിയാം, അവർ അബ്രഹാമിൻ്റെ സന്തതിയാണ്. അക്ഷരാർത്ഥത്തിൽ നോക്കിയാൽ അവർ അബ്രഹാമിൻ്റെ സന്തതികളാണ്. പക്ഷേ യേശുവിൻ്റെ വചനത്തിന് അവരിൽ ഇടമില്ല. യേശുവിൻ്റെ വചനത്തിന് അവരിൽ ഇടമില്ലാത്തതുകൊണ്ട് അവർ യേശുവിനെ കൊല്ലുവാനായിട്ട് പരിശ്രമിക്കുന്നു. 39 വാക്യം പറയുന്നത്, അവനോട് പറയുക, യേശുവിനോട് പറയുക, അബ്രഹാം ആകുന്നു ഞങ്ങളുടെ പിതാവ് എന്ന് ഉത്തരം പറഞ്ഞതിന് യേശു അവരോട്, നിങ്ങൾ അബ്രഹാമിൻ്റെ മക്കളെങ്കിൽ അബ്രഹാമിൻ്റെ പ്രവൃത്തികളെ ചെയ്യുമായിരുന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ അബ്രഹാമിൻ്റെ മക്കളാണ്. യേശുവിനായിരുന്നെങ്കിൽ നിങ്ങൾ അബ്രഹാമിൻ്റെ പ്രവൃത്തികളെ ചെയ്യുമായിരുന്നു. അപ്പോൾ അവർക്ക് വാസ്തവത്തിൽ എന്തില്ല? അബ്രഹാമിൻ്റെ പ്രവൃത്തികൾ അവർക്കില്ല. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടുമെന്നാണ് വായിക്കുന്നത്. അപ്പോൾ അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചതുപോലെ ഇവർക്ക് വിശ്വാസമുണ്ടായിരിക്കണം. അപ്പോൾ ഇവർക്ക് വിശ്വാസമില്ലാതെ ഇവർ അബ്രഹാമിൻ്റെ പ്രവൃത്തികളില്ലാത്ത വിശ്വാസികൾ എന്ന പേരിൽ മുന്നോട്ട് പോകുന്നവരായിട്ടാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. 41 വാക്യത്തിൽ കർത്താവ് അവരോട് പറയുന്നു, നിങ്ങളുടെ പിതാവിൻ്റെ പ്രവൃത്തികളെ നിങ്ങൾ ചെയ്യുന്നു. അവർ അവനോട് പറഞ്ഞു, ഞങ്ങൾ പരസംഗത്താൽ ജനിച്ചവരല്ല, ഞങ്ങൾക്കൊരു പിതാവേ ഉള്ളൂ, ദൈവം തന്നെ. അപ്പോൾ അവർ അവകാശപ്പെടുക, ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്, ഞങ്ങൾക്കൊരു പിതാവുള്ളൂ, അത് ദൈവം തന്നെ എന്നവർ അവകാശപ്പെടുന്നു. 42 വാക്യത്തിൽ യേശു അവരോട് പറയുന്നു, ദൈവം നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു. ഞാൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു, ഞാൻ സ്വയമായി വന്നതല്ല, അവൻ എന്നെ അയച്ചതാകുന്നു. അപ്പോൾ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ, ദൈവമാണ് നിങ്ങളുടെ പിതാവെങ്കിൽ, ആ ദൈവത്തിൻ്റെ പുത്രനാകുന്ന എന്നെ നിങ്ങൾ സ്നേഹിക്കുമായിരുന്നു. അതുകൊണ്ട് ഇവർ കർത്താവിനെ സ്നേഹിക്കുന്നില്ല. മാത്രമല്ല, തന്നിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന അവരോട് കർത്താവ് പറയുന്നത്, അതിൻ്റെ 44 വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ പിശാചെന്ന പിതാവിൻ്റെ മക്കൾ, നിങ്ങളുടെ പിതാവിൻ്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കുലപാതകനായിരുന്നു, അവനിൽ സത്യമില്ലായകൊണ്ട് സത്യത്തിൽ നിൽക്കുന്നതുമില്ല. അവൻ ഭോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു, അവൻ ഭോഷ്ക് പറയുന്നവനും അതിൻ്റെ അപ്പനും ആകുന്നു. അപ്പോൾ അബ്രഹാമിൻ്റെ സന്തതി എന്ന് അവകാശപ്പെടുന്ന ഈ തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരെ നോക്കി യേശു പറയുന്നത്, നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയല്ല, അർത്ഥാൽ ദൈവത്തിൻ്റെ മക്കളല്ല, നിങ്ങളെ സംരക്ഷണ ചെയ്യുവാനല്ല ഞാൻ വന്നത്. യഥാർത്ഥത്തിൽ വിശ്വാസത്തിൻ്റെ അനുസരണമുള്ള, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രവൃത്തി തങ്ങളുടെ ജീവിതത്തിലുള്ള അവരെയാണ് കർത്താവ് സംരക്ഷണ ചെയ്യുക. യോഹന്നാൻ സ്നാപകൻ തൻ്റെ അടുക്കൽ വരുന്ന പരീശരെ സദൂക്യരെയൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി എന്ന് നിങ്ങൾ ഉള്ളം കൊണ്ട് പറവാൻ തുനിയരുത്, ദൈവത്തിന് ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ജനിപ്പിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഓർക്കുക, ദൈവത്തിന് ആവശ്യം ഒന്നും ചെയ്യാത്ത, ഒന്നും പറയാത്ത കുറേ എണ്ണത്തിനല്ല, ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുന്നവരെയാണ്. അല്ലാത്തവരെ ഒന്നും ദൈവം തൻ്റെ സന്തതികളായിട്ട് കണക്കാക്കിയില്ല, ദൈവമക്കളായിട്ട് കണക്കാക്കിയില്ല, അബ്രഹാമിൻ്റെ സന്തതികളായിട്ട് കണക്കാക്കിയില്ല. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഈ ചിന്തയിലൂടെ നമുക്ക് ലഭിക്കുന്നത്, ദൈവിക സംരക്ഷണം നമുക്ക് അനുഭവമാക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നിലനിൽക്കണം, വിശ്വസിക്കണം, അനുസരിക്കണം. അങ്ങനെ നാം ദൈവത്തെ അനുസരിച്ച് ജീവിച്ചാൽ ദൈവിക സംരക്ഷണം നമുക്കുണ്ടാകും. അബ്രഹാമിൻ്റെ സന്തതിയെ സംരക്ഷണം ചെയ്യുവാനായിട്ടാണ് അവൻ വന്നത്. നമ്മളിങ്ങനെ പഠിക്കുന്നത്, ശദ്രക് മേശക് അബേദ്നെഗോ ദൈവത്തിൻ്റെ മക്കളെന്നുള്ള പദവിയിൽ ജീവിച്ചു, അഗ്നികുണ്ഡത്തിലേക്ക് ഇറങ്ങി അവരെ അഗ്നിയിൽ നിന്ന് വിടുവിച്ച ദൈവം. ഗുഹയിലേക്ക് വലിച്ചെറിയപ്പെട്ടതായിരിക്കുന്ന ദാനിയേലിനെ അവിടേക്ക് ഇറങ്ങിച്ചെന്ന് സിംഹങ്ങളുടെ വായടച്ച് സംരക്ഷിച്ചതായിരിക്കും ദൈവം. നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ മക്കളെന്നുള്ള പദവിയിൽ വചനം ഏത് സ്ഥാനത്തും അനുസരിച്ചാൽ ദൈവിക സംരക്ഷണം നമുക്ക് ലഭിക്കുമെന്നുള്ളത് ദൈവവചനത്തിൻ്റെ സത്യമാണ്. ഈ സത്യവചനത്തെ നമുക്ക് വിശ്വസിക്കാം, ആ ദൈവത്തിൽ ആശ്രയിക്കാം, ദൈവവചനം അനുസരിക്കാം. ദൈവത്തിൻ്റെ മക്കളെന്നുള്ള പദവിയിൽ ദൈവിക സംരക്ഷണം ലഭിക്കുന്നവരായിട്ട് ജീവിപ്പാൻ ദൈവമായ കർത്താവ് ഈ വചന കേൾവിയിലൂടെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ധാരാളമായിട്ട് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്നും വിരമിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.